എസ്എൽപുരം പൂപ്പള്ളിക്കാവ് ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ ചികിത്സാ സഹായ വിതരണവും ആദരവും സംഘടിപ്പിച്ചു. ഡോക്ടർ ടി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. എസ്എൽപുരം പൂപ്പള്ളിക്കാവ് ക്ഷേത്രം ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ ചികിത്സാ സഹായ വിതരണവും ആദരവും സംഘടിപ്പിച്ചു. മുഹമ്മ റിലാക്സ് ട്രെയിനിംഗ് സെന്റർ ഡയറക്ടർ ഡോക്ടർ ടി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം പ്രസിഡന്റ് ബി മോഹനൻ ലക്ഷ്മി സദനം അധ്യക്ഷത വഹിച്ചു. ദേവസ്വം സെക്രട്ടറി എസ് അജയകുമാർ രാജശങ്കരം സ്വാഗതവും ദേവസ്വം ഖജാൻജി ഉണ്ണികൃഷ്ണൻ ചങ്ങരങ്കാട്ട് നന്ദിയും പറഞ്ഞു. ദേവസ്വം വൈസ് പ്രസിഡന്റ് രാജൻ മനച്ചേരിൽ, ഇ.ജി. ബാബു, അമ്മോ നിവാസ് എന്നിവർ സംസാരിച്ചു. ഈ സഹായം ചെയ്യുന്നത്, സാമ്പത്തികമായ സഹായം ചെയ്യുന്നത്, അത് നായരാണെന്ന് നോക്കിയിട്ടോ ഈഴവനാണെന്ന് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ടതാണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ ഒന്നും നോക്കാതെ ഒരു പ്രദേശത്തിന്റെ അതിർത്തി മാത്രം കണക്കിലെടുത്തുകൊണ്ട് മനസ്സിന്റെ വൈപുല്യമാണ് ഏറ്റവും വലുതായിട്ട് കാണിക്കുന്നത്. അവിടെ നമുക്ക് ജാതിയും മതവും ഒന്നുമില്ല. നമ്മളായിട്ടുണ്ടാക്കിയ ജാതിയും മതത്തിൻ്റെയൊക്കെ ബന്ധനത്തിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുമ്പോൾ ഇവിടെ പൂപ്പള്ളിക്കാവ് ക്ഷേത്രം തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒന്ന്. അത് നമ്മുടെ ക്ഷേത്രത്തിൽ കയറാനോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുക്കളയിൽ കയറാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണമെന്നല്ല പറഞ്ഞത്. മനുഷ്യനെ സഹായിക്കാൻ നോക്കുമ്പോൾ അവിടെ ജാതിയും തൊലിയുടെ നിറമോ ഒന്നും മതമോ ഒന്നും നമ്മൾ നോക്കാറില്ല. അതാണ് ഇവിടെ പ്രകടമാകുന്നത്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ദേവിക്ക് ശക്തി കൂടുന്നത്. ആ വിധത്തിലാണ് ശക്തി കൂടുന്നത്. നമ്മുടെ വിശ്വാസമാണ് ആ ശക്തിയെ ആർജിപ്പിക്കുന്നത്. ആ ശക്തി കൂട്ടിക്കൊണ്ടുവരുന്നത് ഇത്തരം സത്പ്രവർത്തികളുടെ എല്ലാം കൂടി ആകത്തുകയായിട്ടാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികൾക്ക്, നമുക്ക് എല്ലാവർക്കും, അതിൻ്റെ ഭക്തർക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ രോഗമെന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാവരിലും ഇതിൻ്റെ ജീനുകൾ ഉണ്ട്. ഇതിൻ്റെ ജീനുകൾ എല്ലാവരിലും. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ചിലരിൽ അത് ഉണർന്നു വരികയും ആക്ടിവേറ്റ് ആകുകയും, ഞാൻ അതിൻ്റെ സയൻറ്റിഫിക് ടേംസിലേക്ക് പോകുന്നില്ല, പക്ഷേ അത് ഉണർന്നു വരികയും അവൻ കൂടുതലായി കോശങ്ങൾ വിഭജിച്ച് വലുതാകുകയൊക്കെ ചെയ്യുന്നതാണ് ഈ അസുഖമായി മാറുന്നത്. എല്ലാവരിലും ആ ജീനുകളുണ്ട്. ഓങ്കോ ജീൻസ് എന്നതിന് പറയും. ആ ജീനുകൾ പിന്നീട് മൾട്ടിപ്ലിക്കേഷൻ സംഭവിച്ചു വരണമെങ്കിൽ ബാഹ്യമായ ചില ഘടകങ്ങളും ആന്തരികമായ ചില ഘടകങ്ങളും അതിനെ സ്വാധീനിക്കുന്നുണ്ട്.